ഗോകുൽ, ഇപ്പോൾ ഈ കലോത്സവം ഡി-സോൺ അതിലുണ്ടായ വലിയൊരു ആക്രമണം, അതിൽ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥി ചികിത്സയിൽ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ സാഹചര്യമൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഈ കലോത്സവത്തിൽ പലതരത്തിലുള്ള പാകപ്പിഴകളുണ്ടായി ജഡ്ജ് വിധി നിർണയത്തിൽ എന്ന വിവരവും പ്രശ്നങ്ങളും ഈ ചർച്ചയുടെയൊക്കെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്കിറ്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നും മറ്റും അറിയാനിടയായി. ഗോകുലിൻ്റെ ഒരു അറിവെന്താണ് ഇതേക്കുറിച്ച്, ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ? നമസ്കാരം. ഞാൻ കേരളോർമ്മ കോളേജിലെ 2017-20 ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോ ഞാൻ ആഡ് ഫിലിമും അതുപോലെ ചെറിയ ചെറിയ നാടക പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇത്തവണ കേരളോർമ്മ കോളേജിന്റെ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനടങ്ങുന്ന ഒരു 4 പേര് ചേർന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കിറ്റ് ഡയറക്ഷൻ ചെയ്തത്. അപ്പൊ ആ ഡയറക്ഷൻ ടീമിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പൊ നമ്മള് നല്ലൊരു എന്താ പറയാ, നമുക്ക് ആദ്യമായിട്ടാണ് ഡി-സോണിന് ഒരു സ്കിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. സ്കൂൾ കലോത്സവങ്ങളിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഡി-സോൺ എന്താ പറയാ ഇതിലേക്ക് നമുക്കൊരു സ്കിറ്റ് ചെയ്യാം. അതും പഠിച്ച കോളേജിന് തന്നെ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യത്തോടെയാണ് നമ്മൾ അതിനെ സമീപിച്ചതും നമ്മളവിടെ ചെന്നതും. നല്ല രീതിയിലൊരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെന്നത്. നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റി. വലിയ മത്സരവും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്താ പറയാ, നമ്മള് നല്ല ഏറ്റവും വൃത്തിക്ക് തന്നെ നമ്മൾ കളിച്ചു. ഏറ്റവും അവസാനത്തെ നാടകം സ്കിറ്റും കൂടെ ആയതുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് നാടകമാണ് സ്റ്റേജിലേക്ക് കയറാനുള്ളത് കൊണ്ടും നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഓഡിയൻസ് സപ്പോർട്ട് കിട്ടി. സ്കിറ്റ് കഴിഞ്ഞ ശേഷം ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി. എല്ലാവരും നമ്മളെ അത്രയും എന്താ പറയാ കൺഫേം ആയിട്ട് വിജയം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ആ സമയത്താണ് റിസൾട്ട് അനൗൺസ് ചെയ്തത്. വലിയ കാര്യമായിട്ടുള്ള മത്സരം വാങ്ങിയിട്ടും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടാവാതിരുന്നിട്ടും നമ്മുടെ സ്കിറ്റിന്റെ ഇടയിൽ ഒരു തരത്തിലുള്ള പാകപ്പിഴകളോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവാതിരുന്നിട്ടും ഓഡിയൻസുമായിട്ട് ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഏകപക്ഷീയവും ചോദ്യം ചെയ്യപ്പെടാനാവാത്തതുമല്ല. അതിൽ അപ്പീൽ സംവിധാനങ്ങളുണ്ട്. ഇതുപോലെയൊക്കെ കൃത്യമായി തന്നെ അതാത് സ്പോട്ടിൽ തന്നെ ഈ കലോത്സവങ്ങളിലെ വിധി നിർണയത്തിലെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക, അതിൽ വേദനിക്കുന്ന മനുഷ്യർ പോയി ചോദിക്കുക, ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. അവരെന്തെങ്കിലും തരത്തിൽ വസ്തുതാപരമായി 6 ടീമാണ് മത്സരിച്ചത്. 6 ടീമിൽ 4 ഓരോ ടീമിനും റാങ്ക് പറഞ്ഞു. നമുക്ക് അതിൽ എ ഗ്രേഡ് ഉണ്ട്. 2 ടീമിന് ബി ഗ്രേഡ് ആണ്, 4 ടീമിന് എ ഗ്രേഡ് ആണ്. നമുക്കും അതിൽ എ ഗ്രേഡ് ആണ്. അതിൽ 1, 2, 3 സ്ഥാനങ്ങൾ പറഞ്ഞു. അവരവിടെ ഇരുന്നു. വേറെ ഒന്നും ജഡ്ജസിന്റെ ഭാഗത്തുനിന്നൊരു എന്താ പറയാ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇതായിരുന്നു മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെന്നോ. ഈ ജഡ്ജസിന്റെ കോമ്പിറ്റൻസിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപം? അതായത് നമ്മളിപ്പോ അവിടെ സംസാരിക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നും ഇവർ ഇത്രയും വർഷം നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും എന്താ പറയാ ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ പറയുന്ന ആൾക്കാരാണ്. ഇത്രയും അറിവും 40 വർഷവും 35 വർഷവും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആൾക്കാർക്ക് ഇത് എന്താ പറയാ, നമുക്ക് ഇത്രയും ഒരു 6 സ്കിറ്റല്ലേ കണ്ടിട്ടുള്ളൂ ഇവര്. ഈ 6 സ്കിറ്റിനെ ഒന്ന് എങ്ങനെ വേണം എന്നുള്ളത് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നു വേണ്ട, മൊത്തത്തിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതി. അതൊക്കെ സാമാന്യമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ സ്കൂൾ നാടകങ്ങൾക്കായാലും മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ
ഇപ്പൊ പറയും തെറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമുണ്ട്, അത് കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കാരണം music പറയും, ഒരുപാട് കാരണം പറയും. ഇത്രേ പറയുള്ളൂ. ചിലപ്പോൾ അത് ഏത് സ്കിറ്റിനാണെന്ന് പറയില്ല, പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ ഇത് നമ്മളെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഇത് മറ്റേ സ്കിറ്റിന് ഉദ്ദേശിച്ചാണ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതൊന്നുമില്ല, ഒന്നുമില്ലാതെ നേരെ 1, 2, 3 എന്നുള്ള റാങ്ക് മാത്രമാണ് ഇടുന്നത്. ഇതിടാനായിട്ട് ഇപ്പൊ ഇവരെ കൊണ്ടിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. റൈറ്റ്. അതാണ് നമുക്ക് അവിടുന്ന് നമുക്ക് ആകെ എന്താ പറയാ സംഗതി. നമ്മൾ മുമ്പും ഇതുപോലുള്ള എന്താ പറയാ നമുക്ക് അത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള സാഹചര്യത്തിലും തലയിലായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഉണ്ടാക്കാതെ നമ്മൾ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ റാൻഡം ആയിട്ട് ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാനടങ്ങുന്ന കേരള ഓർമ്മയിലെ കുട്ടികളെല്ലാരും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പോലീസുകാർ വന്നപ്പോഴും നമ്മുടെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സാറേ അവര് 3 പേര് ആ മൈക്ക് എടുത്തിട്ട് എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും എന്നാണ് യൂണിറ്റ് സെക്രട്ടറി ആശിഷ് പറഞ്ഞത്. അപ്പോഴേക്കും ആണ് ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ അപ്പോഴും ഈ സംഘാടകരൊന്നും മിണ്ടുന്നില്ല. എന്താ പറയാ സംഘാടകര് പറയട്ടെ എന്നുള്ള രീതിയിൽ ജഡ്ജസ് ഇരിക്കുന്നു. പോലീസ് സംസാരിക്കുമ്പോൾ മത്സര നാടകങ്ങളിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്ന് ജഡ്ജസ് പറയുന്നു. മത്സര നാടകങ്ങളല്ലാതെ പിന്നെ എന്തിനാണ് ജഡ്ജസ്? സാമാന്യമായിട്ടുള്ള സെൻസ് വെച്ച് മത്സര നാടകങ്ങൾക്കല്ല ഇതൊക്കെ പറയേണ്ടത്. അതല്ലെങ്കിൽ ഇപ്പോ ഇവരെ കൊണ്ടിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണക്കാർക്ക് വേണ്ട മനസ്സിലാക്കി അതിനെങ്ങനെയുണ്ട് എന്നുള്ളത് വിലയിരുത്താൻ ഇപ്പൊ ജഡ്ജസിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ടാണ് ഞാൻ വരെ അവിടുന്ന് എന്താ പറയാ നമുക്ക് എന്താ പറയുക ശബ്ദം ഉയർത്താനും കുട്ടികളുടെ കൂടെ നിൽക്കാനും. അത് കഴിഞ്ഞാണോ അതിനൊരു തൃപ്തികരമായ മറുപടി തരാതെ സംഘാടകരടക്കം അങ്ങനെ കുട്ടികളിൽ നിന്ന്, മത്സരാർത്ഥികളിൽ നിന്ന്, അവർക്കൊപ്പം വന്നവരിൽ നിന്ന്, കോളേജുകളിൽ നിന്നൊക്കെ കലോത്സവങ്ങളിൽ ഇത്തരം ചോദ്യങ്ങളും വിമർശനങ്ങളും പ്രതിഷേധം ഉയരും. അത് പരിഹരിക്കുന്നിടത്താണ് ഒരു സംഘാടകരുടെ മികവിരിക്കുന്നത്, അവരുടെ ഔന്നിത്യമിരിക്കുന്നത്. യൂണിറ്റ് സെക്രട്ടറി ആശിഷ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പ്രശ്നം ഇപ്പൊ തീരും. അവര് 3 പേരും ആ മൈക്ക് എടുത്ത് എന്താണ് നമുക്കിപ്പോ റിസൾട്ട് ചേഞ്ച് ചെയ്യാമെന്നോ നമ്മളെ തന്നെ 1ാം സ്ഥാനത്തേക്ക് ആക്കണമെന്നോ എന്നല്ല പറയുന്നത്. അത് കഴിഞ്ഞപ്പോ അതിനൊരു തീർപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ പിന്നെ വഷളാവുകയും ഈ ആശിഷിനെ പോവുകയുണ്ടായത്. അതെ അതെ അതെ. ഈ ആശിഷ് അങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുമ്പോഴാണോ ഈ ആശിഷ് ഇങ്ങനെ നിലത്ത് വീണ് വലിയ തോതിൽ അടികൊള്ളുന്ന വല്ലാതെ? അത് അല്ല, അത് ആദ്യത്തെ ഇത് നടക്കുന്നത് 2ാമത്തെ സ്റ്റേജിലാണ്. അതിനുശേഷമാണ് അവിടുന്ന് സംഘർഷം ഉണ്ടായിട്ടാണ് അത് വീണ്ടും മറ്റേ ആദ്യത്തെ 1ാം സ്റ്റേജിലേക്ക് പോകുന്നതും 1ാം സ്റ്റേജിൽ നിന്ന് വീണ്ടും സംഘർഷം കൂടുന്നതും അവിടെ വെച്ചിട്ടാണ് ആഷിഖിന് മൃഗീയമായിട്ടുള്ള ഈ അക്രമമൊക്കെ ഉണ്ടാവുന്നത്. എല്ലാത്തിന്റെയും എന്താ പറയാ കുറച്ച് ദിവസങ്ങളിലായിട്ട് എല്ലാം ആദ്യത്തെ ദിവസം അല്ല ഷെഡ്യൂൾ ചെയ്തപ്പോ തൊട്ടിട്ടുള്ള പാകപ്പിഴകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു പാർട്ടിയുടെ ഒന്നിന്റെ ഭാഗമായിട്ടല്ല ഇപ്പൊ സംസാരിക്കും. ഞാനൊരു നാടക പ്രവർത്തകനായിട്ട് അതുപോലെ കുട്ടികളെ കൂടെ കൊണ്ടുവന്നുള്ള ഒരാളായിട്ടുള്ള സംസാരിക്കുന്നത്. അപ്പൊ അതില് എന്താ പറയാ നമ്മള് ആദ്യം തന്നെ ഷെഡ്യൂൾ വന്നപ്പോ നാടകം എന്നിട്ടിട്ടുണ്ട് ഡേറ്റ്. നാടകം എന്നിട്ടുള്ള ഡേറ്റിൽ അത് ഏത് നാടകമാണ്, മലയാള നാടകമാണോ, ഇംഗ്ലീഷ് നാടകമാണോ, ഹിന്ദി നാടകമാണോ, അങ്ങനെയുള്ളൊരു മെൻഷനിങ് ഇല്ല. എന്നിട്ട് അത് പിന്നീട് വീണ്ടും ഒരു ഷെഡ്യൂൾ വന്നു. അങ്ങനെ ഓരോന്നും അവിടെ നിന്ന് തന്നെ പിന്നെ ആദ്യത്തെ ദിവസം റിസൾട്ട് വൈകുന്നു. എന്താ പറയാ ഇപ്പൊ ഒപ്പനയിലത്തെ കുട്ടികൾ തന്നെ ഈ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ അവര് തന്നെ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യുന്ന ഒരുപാട്. അതായത് ഉച്ചയ്ക്ക് മേക്കപ്പ് ഇട്ട് ഇരിക്കുന്ന കുട്ടികൾ, ഒപ്പനയിലത്തെ കുട്ടികൾ പുലർച്ചെ കളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ ഞങ്ങൾ ആ സമയത്ത് പ്രശ്നമുണ്ടാക്കുന്ന ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി തുടങ്ങിയപ്പോ അവിടെ സംസാരിക്കാൻ ഉണ്ടായിട്ടുള്ളത് എല്ലാം SFIക്കാര് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന SFIക്കാർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതൊരു KSPSFI എന്നുള്ള രീതിയിലേക്ക് വലിച്ചു തീർക്കാതെ അവിടെ ഞങ്ങളെപ്പോലുള്ള നാടക പ്രവർത്തകരുണ്ടായിരുന്നു, പൊതുവിദ്യാർത്ഥികളുണ്ടായിരുന്നു, എന്റെ കൂടെ സ്കിറ്റിൽ ഞാൻ പഠിപ്പിച്ച ആ കുട്ടികളുണ്ടായിരുന്നു. ഇവരെല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ള രീതിയിലാണ്. ഗോകുൽ, ഏതായാലും ഈ കലോത്സവത്തിന്റെ D-സോൺ കലോത്സവത്തിൽ വന്നിട്ടുള്ള കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ അതൃപ്തി, മത്സരാർത്ഥികളുടെ അതൃപ്തി, സംഘാടനത്തിലെ പിഴവുകൾ, വിധി നിർണയത്തിലെ പിഴവുകൾ, ഇത് ഏതൊക്കെ തരത്തിലാണ് സംഭവിച്ചത് എന്ന് ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്ക്, അവിടെ നിന്ന് വിദ്യാർത്ഥികളാണ് ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നവർ, സ്വാഭാവികമായും ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രതിരോധം ഇങ്ങനെയായാൽ ഏത് നിലയിൽ ചെന്ന് കാര്യങ്ങൾ അവസാനിക്കും? കലോത്സവങ്ങൾ എത്രയോ നിലകളിൽ എവിടെയെല്ലാം ഇനിയും സംഭവിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നം അതാണ് ഇവിടെ. നന്ദി ഗോകുൽ.